നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി ഞങ്ങൾ ഈ ഭൗതിക ശരീരത്തോട് വിട പറയുന്നു. എന്നാൽ ഒരു ദിവസം തേജസ്സോടെ നിന്റെ മകളെ ഞങ്ങൾ കാണും. മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് വിശുദ്ധന്മാർ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും നിന്റെ ദാസിയെ കാണുവാൻ കഴിയുമെന്നുള്ള ആശ ഞങ്ങൾക്ക് നൽകിയാൽ സ്തോത്രം. പ്രിയ സന്നിബ്രതരെയും കുഞ്ഞുങ്ങളെയും ഈ വാത്സല്യ ദാസിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം നീ ആശ്വസിപ്പിച്ച് എല്ലാവരെയും ദൈവവചനത്തിൽ അവിടുന്ന് ആകർഷിച്ച് നിലനിർത്തണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവേ നിത്യജീവന്റെ ഓഹരിക്കാരായി കാണപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. തുറന്നു നടക്കുന്ന ആ ശുശ്രൂഷകളെയും അവിടുന്ന് ആദരിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഇനി ആർക്കെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അടുത്ത് വന്ന് അന്ത്യചുംബനം നൽകാം. എന്നിട്ട് പിതാവിനെ മുഖം മൂടുകയും ചെയ്യും. അപ്പുറത്തോട്ടങ്ങ് മാറി, ആ സൈഡിലോട്ടങ്ങ് അപ്പുറത്തെ സൈഡിലോട്ടങ്ങ് അപ്പുറത്തോട്ടങ്ങ് കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകശി വിളിക്കും നേരം കാണുമെൻ പേരു വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരു കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണും എൻ പേരു വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരു വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണിൽ നിന്നാണ്, മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ആത്മാവ് സൃഷ്ടിച്ചവങ്കിലേക്ക് മടങ്ങിപ്പോകും. ദാനിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീയോ ദാനിയേലെ അവസാനം വരുവോളം വയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇന്നലെ വരെ ഭൂമുഖത്ത് പാർത്ത് ദൈവത്തെ സേവിച്ച് ദൈവരാജ്യത്തിനും ദൈവനാമത്തിനും അധ്വാനിക്കുകയും ചെയ്തു അവിടുത്തെ ദാസി ഏലിയാമ എന്നറിയപ്പെട്ടിരുന്ന അവിടുത്തെ ദാസിയെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവിന്റെ നാളിൽ പ്രിയമാതാവിന്റെ പേര് വിളിക്കപ്പെട്ടു. ബഹിഷ്കരിക്കപ്പെട്ട ശരീരത്തോടെ പ്രത്യാശയോടെ വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി മഹാകരുണയുള്ള പിതാവേ, ഈ ശരീരത്തെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവസാന നാളിലെ പുനരുത്ഥാനത്തിൽ വരുവാനുള്ള ലോകത്തിലെ ജീവനിലും നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഈ സമയം സംസ്കരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുന്നു. ശോഭയേറുവോർ നാടുണ്ട് കാണാമേ ദൂരെ